യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായം 26 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. മോവാബ് യഹോവയുടെ നേരെ വമ്പു കാണിക്കൊണ്ട് അവന് മത്തു പിടിപ്പിപ്പിൻ. മോവാബ് തൻ്റെ ഛർദിയിൽ കിടന്നുരുളും, അവൻ പരിഹാസ വിഷയമായി തീരും. അല്ല, ഇസ്രായേൽ നിനക്ക് പരിഹാസ വിഷയമായിരുന്നില്ലയോ? നീ അവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും തലകുലുക്കുവാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്നുവോ? മോവാബ് നിവാസികളെ, പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവിൻ. ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവെക്കുന്ന പ്രാവിനെ പോലെയാകുവിൻ. മോവാബ് മഹാഗർവി, അവൻ്റെ ഗർവത്തെയും അഹമ്മതിയെയും ഡംഭത്തെയും നിഗളത്തെയും ഉന്നത ഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ്റെ ക്രോധം ഞാൻ അറിയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവൻ്റെ സംസാരം അസത്യം, അസത്യമായത് അവർ പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മോവാബിനെ കുറിച്ച് മുറയിടും, എല്ലാ മോവാബിനെയും കുറിച്ച് ഞാൻ നിലവിളിക്കും. കീർ ഹേരസിലെ ജനങ്ങളെക്കുറിച്ച് അവർ വിലപിക്കും. സിബ്മ മുന്തിരിവള്ളിയെ, യസേരിനെ കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെക്കുറിച്ച് കരയും. നിന്റെ വള്ളികൾ കടലിനക്കരെ കടന്നിരിക്കുന്നു, അവ യസേർ കടൽ വരെ എത്തിയിരിക്കുന്നു. ശൂന്യമാക്കുന്നവൻ നിന്റെ കനികളിന്മേലും മുന്തിരി കൊയ്ത്തിന്മേലും ചാടി വീണിരിക്കുന്നു. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല, ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകും താനും. ഹെശ്ബോനിലെ നിലവിളി ഹേതുവാൽ അവർ എലയാലെ വരെയും യഹസ് വരെയും സോവാർ മുതൽ ഹോരോനയും വരെയും എഗ്ലത്ത് ശെലീഷിയ വരെയും നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങളും ശൂന്യമായി തീരുമല്ലോ. പൂജാഗിരിയിൽ ബലി കഴിക്കുന്നവനെയും ദേവന്മാർക്ക് ധൂപം കാട്ടുന്നവനെയും ഞാൻ മോവാബിൽ ഇല്ലാതെയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മോവാബ് സമ്പാദിച്ച സമ്പാദ്യം നശിച്ചു പോയിരിക്കയാൽ അവനെക്കുറിച്ച് എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു. കീർ ഹേരസിലെ ജനങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു. എല്ലാ തലയും കഷണ്ടിയായും എല്ലാ താടിയും കത്രിച്ചുമിരിക്കുന്നു. എല്ലാ കൈകളിന്മേലും മുറിവും അരകളിൽ രട്ടും കാണുന്നു. ഇഷ്ടമില്ലാത്ത പാത്രത്തെ പോലെ ഞാൻ മോവാബിനെ ഉടച്ചു കളഞ്ഞിരിക്കയാൽ മോവാബിലെ എല്ലാ പുരമുകളിലും അതിൻ്റെ തെരുക്കളിൽ എല്ലായിടവും വിലാപമെന്ന യഹോവയുടെ അരുളപ്പാട്. അത് എങ്ങനെ ഉടഞ്ഞുപോയിരിക്കുന്നു! മുറയിടുവിൻ, മോവാബ് എങ്ങനെ ലജ്ജിച്ച് പുറംതിരിഞ്ഞിരിക്കുന്നു! അങ്ങനെ മോവാബ് തൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെയും പരിഹാസത്തിനും സ്തംഭനത്തിനും വിഷയമായിത്തീരും. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവൻ കഴുകനെ പോലെ പറന്ന് മോവാബിന്മേൽ ചിറക് വിടർക്കും. കെരിയോത്ത് പിടിക്കപ്പെട്ടു, ദുർഗങ്ങൾ കീഴടങ്ങിപ്പോയി. അന്നാളിൽ മോവാബിലെ വീരന്മാരുടെ ഹൃദയം നോവുകിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. യഹോവയുടെ നേരെ വമ്പു കാണിക്കിയാൽ മോവാബ് ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നശിച്ചു പോകും. മോവാബ് നിവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഞാൻ അതിന് മോവാബിന് തന്നെ അവരുടെ സന്ദർശനകാലം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഓടിപ്പോയവർ ബലമില്ലാതെ ഹെശ്ബോന്റെ നിഴലിൽ നിൽക്കുന്നു. എന്നാൽ ഹെശ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നടുവിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് മോവാബിന്റെ ചെന്നിയും തുമുലപുത്രന്മാരുടെ നെറുകയും ദഹിപ്പിച്ചു കളയും. മോവാബെ, നിനക്ക് ഹാ കഷ്ടം! കെമോശിന്റെ ജനം നശിച്ചിരിക്കുന്നു. നിന്റെ പുത്രന്മാരെ ബദ്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു. എങ്കിലും ഒടുക്കം ഞാൻ മോവാബിന്റെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രത്തോളമാകുന്നു മോവാബിനെ കുറിച്ചുള്ള ന്യായവിധി.